ചാമ്പ്യൻസ് ലീഗ് രാജാക്കന്മാർ അത് എക്കാലവും റയൽ മാഡ്രിഡ് ആണെന്ന് അവർ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എതിരാളികൾ എത്ര ശക്തരാണെങ്കിലും മാനേജർ വലിയ ബാക്ക്ഗ്രൗണ്ട് ഉള്ളയാളായാലും മാഡ്രിഡിന് സർവ്വതും നിസാരമാണ്. കാലങ്ങളായി മറ്റാരെക്കൊണ്ടും സാധിക്കാത്ത വിധം ചാമ്പ്യൻസ് ലീഗിൽ റയൽ വെച്ച് പുലർത്തുന്ന ഡോമിനേഷൻ അതേപടി ആവർത്തിക്കുന്നു. പ്രീമിയർ ലീഗിൽ അധികായകരായ മാൻ സിറ്റിയെ 2 ലെഗിലും തറപറ്റിച്ച് UCL വിജയകരമായവർ മുന്നേറുകയാണ്. ഈയിടെ പല മത്സരങ്ങളിലായി കാലിടറുന്ന പെപ്പ് ചാമ്പ്യൻസ് ലീഗിൽ തിരിച്ചു വരുമെന്ന് തന്നെ കരുതിയതായിരുന്നു. 2 തവണ ലീഡെടുത്തിട്ടും മത്സരം സീൽ ചെയ്ത റയൽ മാഡ്രിഡിനെതിരെ 2ാം പാദത്തിൽ സിറ്റി ശക്തമായ കംബാക്ക് നടത്തുമെന്നും പ്രതീക്ഷിച്ചിരുന്നു. ഗലാക്റ്റിക്കോസിനെതിരെ ഒരു കംബാക്ക് വിജയം നേടണമെങ്കിൽ ഡോക്കും ഡിബ്രോയിനെയും ഫോഡനും ഹാളൻഡും അടങ്ങുന്ന സൂപ്പർ താരങ്ങളെ അണിനിരത്തിയായിരിക്കും പെപ്പ് തന്ത്രങ്ങൾ മെനയുക എന്നും കരുതിയിരുന്നു. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രമുഖരായ പലരെയും ബെഞ്ചിലിരുത്തി പെപ്പ് ഒരു പുതിയ സ്കോഡിനെ റയലിനെതിരെ അയക്കുമ്പോൾ സ്കോർ ഷീറ്റിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമോ എന്നും സംശയിച്ചുപോയി. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ റൗൾ അസൻസിയോ ഡിഫൻസിൽ നിന്നും എംബാപ്പയെ ലക്ഷ്യമാക്കി ഒരു ലോങ് ബോൾ നൽകുന്നുണ്ട്. കൂടെയോടുന്ന 2 പ്രതിരോധ താരങ്ങളെക്കാളും ആദ്യം പന്തിലേക്ക് ചാർജ് ചെയ്തെത്തി എഡേഴ്സണ് മുകളിലൂടെ ആദ്യ വെടി പൊട്ടിക്കുമ്പോൾ സമയം 4 മിനിറ്റ് പിന്നിടുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പന്തിന്റെ ഗതി മനസ്സിലാക്കി ഡിഫൻഡേഴ്സിനെ ഓടിത്തോൽപ്പിച്ച് സുന്ദരമായി ഫിനിഷ് ചെയ്യാൻ എംബാപ്പക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? കളിയുടെ തുടക്കത്തിൽ തന്നെ 2 മനോഹരമായ നിമിഷത്തിനാണ് ബെർണാബ്യൂ സാക്ഷ്യം വഹിച്ചത്. റൂബൻ ദിയാസ് നയിക്കുന്ന സിറ്റി പ്രതിരോധത്തെ വീണ്ടും ആ ഫ്രാൻസുകാരൻ കടന്നാക്രമിക്കുന്നുണ്ട്. ഇത്തവണ റോഡ്രിഗോയുടെ അസിസ്റ്റായിരുന്നു. വിനി റോഡ്രിഗോക്ക് നൽകിയ പന്ത് കുസനോവിനെ കബളിപ്പിച്ച് എംബാപ്പയ്ക്ക് വെച്ച് നീട്ടുന്നുണ്ട്. സ്ലൈഡ് ചെയ്തെത്തിയ ഗാർഡിയോളിനെ വെട്ടിയൊഴിഞ്ഞ് എംബാപ്പയുടെ വലതുകാൽ ഷോട്ട് റയലിന്റെ 2ാം ഗോളിലേക്കാണ് എത്തിയത്. 61ാം മിനിറ്റിൽ റയലിനായി ചാമ്പ്യൻസ് ലീഗിൽ തന്റെ ആദ്യ ഹാട്രിക് പൂർത്തിയാക്കി കെലിൻ എംബാപ്പെ മാൻ സിറ്റിക്ക് വ്യക്തമായ വെല്ലുവിളി ഉയർത്തുന്നു. 2022 ലോകകപ്പിനു ശേഷം ഇതാദ്യമായിട്ടായിരിക്കും ഇത്രയും അപകടകാരിയായി അയാളെ ലോകം കാണുന്നത്. 3 തകർപ്പൻ ഗോളോടുകൂടി തന്നെ പെപ്പും സംഘവും പരാജയത്തിലേക്ക് പതിച്ചിരുന്നു. ബെർണാബ്യൂവിൽ ഇനിയൊരു തിരിച്ചുവരവ് അത് എളുപ്പമല്ലെന്ന് പെപ്പ് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. പുതുമുഖങ്ങളായ മർമോഷും ഗോൺസാലസും കുസനവും അടങ്ങുന്ന ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പെപ്പ് കൊണ്ടുവന്ന താരങ്ങളെല്ലാം ഈ മത്സരത്തിൽ മാഡ്രിഡിന്റെ കളിപ്പാവകളായിരുന്നു. ആദ്യ ലെഗിൽ 1 ഗോളിന്റെ ലീഡിൽ വിജയിച്ച റയൽ 2ാം പാദത്തിൽ വ്യക്തമായ ആധിപത്യത്തിൽ സിറ്റിയുടെ കൊലവിളി നടത്തി. ഇത്തിഹാദ് ആരാധകരുടെ ഇടനെഞ്ച് തകർത്ത് എംബാപ്പയുടെ ഹാട്രിക്കുമെത്തി. ഒപ്പം അസൻസിയോയും ഫെഡെ വാൽവർദയും ജൂഡും റോഡ്രിഗോയും വിനീഷ്യസും അങ്ങനെ നീളുന്ന മാഡ്രിഡിന്റെ നിരയും സിറ്റിയുടെ വധം വേഗത്തിലാക്കി.